ഹലോ ഗൈസ്, വെൽക്കം. വണക്കം. ബിഗ് ബോസ് തുടങ്ങിയിട്ട് ഏതാണ്ട് 10-40 ദിവസമൊക്കെ ആയില്ലേ. എന്തോ ഇത്രയും കാലത്തെ ബിഗ് ബോസ് കണ്ടിട്ടും ഈ ഒരു സീസൺ മാത്രമാണ് എന്നെ വ്യക്തിപരമായിട്ട് ഇതുവരെ ഒരു അട്രാക്ട് ചെയ്യാത്തൊരു സീസൺ. കുഴപ്പമില്ല. എന്തായാലും കഴിഞ്ഞ ദിവസത്തെ ലാലേട്ടൻ്റെ പ്രൊമോ വന്ന സമയം മുതൽ ആ പ്രൊമോ ഒക്കെ തന്ന ഒരു 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 സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. അതായത് ലക്ഷ്മിയോടും മസ്താനിയോടൊക്കെ സംസാരിക്കുന്ന ഒരു ലാലേട്ടൻ്റെ ആ ഒരു പണ്ടത്തെ എൻ്റെ ലാലേട്ടനെ കടടാ എന്ന് നമുക്ക് തോന്നിപ്പിക്കുന്ന ആ ഒരു മൊമെൻറ്റ് സീരിയസ്ലി ഭയങ്കരമായിട്ട് ഒരു സാറ്റിസ്ഫാക്ഷൻ തന്നൊരു ഒരു എപ്പിസോഡ് തന്നെയായിരുന്നു. ഇന്നലെ എപ്പിസോഡ് കണ്ടപ്പോഴും സാധാരണ രീതിയിലൊക്കെ ആണെങ്കിൽ കുറച്ച് കാണിച്ചിട്ട് അവസാനം ഇത് കാടി മാറ്റുമായിരുന്നു. ബട്ട് വളരെയധികം സന്തോഷം നൽകിയിട്ടുള്ളൊരു എപ്പിസോഡ്. എസ്പെഷ്യലി ഇത്തവണത്തെ താരം ബിഗ് ബോസിൻ്റെ വിന്നർ ലാലേട്ടനാണ്. പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ആദ്യ സംഭവം ഒന്നും പറയാനൊന്നുമില്ല. ആരാണോ ഇതിൻ്റെ ഡയറക്ടർ എന്ന് എനിക്കറിയത്തില്ല. ഡയറക്ടർ വേറെ ലെവൽ, കാര്യങ്ങളൊക്കെ ജനങ്ങളുടെ രീതിക്ക് തന്നെ ചിന്തിച്ച് ചെയ്യുന്നു. എന്നാൽ ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇന്നലത്തെ എപ്പിസോഡ് കണ്ടതിൻ്റെ അകത്ത് നമുക്ക് എന്ത് കാര്യത്തിന് രണ്ട് വശമുണ്ടല്ലോ. ആ രണ്ട് വശത്തിലൂടെ സംസാരിക്കാം. ആദില എന്ന് പറയുന്ന വിഷയത്തിൻ്റെ അകത്ത് ലക്ഷ്മി എടുത്ത സ്റ്റാൻഡിനെ കുറിച്ച് തന്നെ നിലവിൽ രണ്ട് വശങ്ങളുണ്ട്. ആ രണ്ട് വശവും നമുക്ക് പരിശോധിക്കാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ മസ്താനിയുടെ ഇരട്ടത്താപ്പ്, മസ്താനി പ്രവീൺ രണ്ടുപേരും പുറത്തായി എന്നൊക്കെ ഉള്ള വാർത്തകളൊക്കെ വരുന്നു. എന്താണെങ്കിലും പുറത്തായെങ്കിൽ നല്ലതായിരിക്കാം. നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തും. ഇത്രയും ദിവസമായിട്ടും ബിഗ് ബോസിൻ്റെ എവിടെ കൂടെയെങ്കിലും അലവലികളും ക്ലിപ്പുകളും മറ്റുള്ള പലതും ഞാൻ കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ അതുകൊണ്ട് മാത്രം പറയുന്നതാണ്. നിങ്ങൾ പൂർണ്ണമായിട്ട് ലൈവ് കണ്ടവർക്ക് മാത്രമായിരിക്കും കൂടുതൽ പറയാൻ വേണ്ടിയിട്ട് പറ്റുക. എനിക്ക് ഇപ്പോൾ ടോപ്പായിട്ട് നിൽക്കുന്ന കണ്ടസ്റ്റൻസ് ആയിട്ട് നോക്കുന്നത് പ്രവീൺ, അക്ബർ, അനുമോൾ, അതായത് ഞാൻ പറഞ്ഞ കോണ്ടന്റിൻ്റെ ലെവലിലും അവിടുത്തെ പെർഫോമൻസിൻ്റെ ലെവലിലും ഗെയിമിൻ്റെ ലെവലിലും ആണ് കേട്ടോ. അല്ലാത്ത മറ്റു തരത്തിലുള്ള സംഭവങ്ങൾ ആദില നൂറ, അങ്ങനെ കുറച്ച് പേരാണ്. ഓക്കെ, ബാക്കി അധികം എനിക്കങ്ങനെ ഞാൻ മൊത്തത്തിലൊരു ഓവറോൾ കണ്ടതിൻ്റെ അകത്ത് നിന്ന് ഇത്രയാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് മറ്റു ആൾക്കാരുണ്ടെങ്കിൽ പറയാം. ഷാനവാസും കൊണ്ട്. പിന്നെ നമ്മുടെ ആദിലയോടും നൂറയോടും ലക്ഷ്മി പറഞ്ഞിട്ടുള്ള സംഭവം, ആ ഹൗസിൻ്റെ അകത്ത് ആ ഒരു ടാസ്കിൻ്റെ ഇടയിൽ നടന്ന സംഭവത്തിൻ്റെ അകത്ത് അനാവശ്യമായിട്ട് അഥവാ ട്രെയിൻഡ് ആയിട്ടുള്ള കണ്ടസ്റ്റൻസ് ആണ് ബിഗ് ബോസിനകത്തുള്ളത്. പറയാതിരിക്കുന്ന നിവൃത്തിയില്ല. അതിനകത്ത് ഒരാളാണ് ട്രെയിൻഡ് ആയിട്ടുള്ള ഒരാൾ തന്നെയാണ് അനുമോൾ. പറയുന്നതുകൊണ്ട് വേറെ തോന്നരുത്. അനുമോൾ ട്രെയിൻഡ് ആണ്, അതിൻ്റെ വസ്തുത ഞാൻ പറയാം. അതോടൊപ്പം തന്നെ ലക്ഷ്മി ട്രെയിൻഡ് ആണ്. അഥവാ പുറത്ത് നിന്ന് നല്ല ട്രെയിനിങ് കിട്ടിയിട്ട് അകത്ത് പോയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് അവിടെ വ്യക്തമായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ പുറത്ത് പറയണം എന്നുള്ള ധാരാളമായിട്ട് അറിയുന്നതിനകത്തുള്ള രണ്ടുപേര് മാത്രമാണ്. ബാക്കിയുള്ളവർ അങ്ങനെ ആയിരിക്കാം. അതിനകത്ത് എന്തുകൊണ്ട് അനുമോൾ, എന്തുകൊണ്ട് ലക്ഷ്മി എന്നുള്ള കാര്യം പറഞ്ഞു വ്യക്തമായിട്ട് പറയാം. കഴിഞ്ഞ എപ്പിസോഡിൽ ലാലേട്ടൻ വന്നിട്ട് നമ്മുടെ അനുമോളെ ഈ സംഭവം എന്ത് കണ്ടു എന്ന് പറഞ്ഞിട്ട് പൊരിച്ച സമയത്ത് ലാലേട്ടൻ എളിഭ്യനായിട്ട് മാറി എന്ന് നമുക്ക് തോന്നുന്ന തരത്തിലാണ് കാര്യങ്ങൾ. കാരണം ലക്ഷ്മി ആ സ്റ്റാൻഡിൽ നിന്ന് അനുമോൾ ആ സ്റ്റാൻഡിൽ നിന്ന് മാറിയിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് പുറത്തേക്ക് വരുന്ന ഓഡിയൻസിൻ്റെ ഇടയിൽ എപ്പോഴും ബിഗ് ബോസിന് എഗെയിൻസ്റ്റ് ആയിരിക്കും ഓഡിയൻസ് എപ്പോഴും. അപ്പോൾ ആ എഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുന്ന ഓഡിയൻസ് ബിഗ് ബോസിന് വേണ്ടി സംസാരിക്കുന്ന ലാലേട്ടനെ സംബന്ധിച്ചിടത്തോളം അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു സംഭവത്തിനാണ് കൂടുതൽ പുറത്ത് പ്രാധാന്യം കിട്ടുക. അവിടെ അനുമോൾ വിജയിക്കുകയാണ് ചെയ്തത്. സത്യം പറഞ്ഞാൽ അതേ കാര്യത്തിൻ്റെ രണ്ടാമത്തെ എന്താണ് അതിനുശേഷം നടന്നിട്ടുള്ള ഏറ്റവും വളരെ തീ കത്തിജ്വലിച്ചൊരു എപ്പിസോഡായിരുന്നു ഇന്നലെ രാത്രി കണ്ടത്. ആ എപ്പിസോഡിനകത്ത് ലാലേട്ടൻ വിറപ്പിക്കുന്നതിൻ്റെ പരമാവധി അങ്ങേയറ്റം വിറപ്പിച്ചു. ആരെ? ലക്ഷ്മി പറഞ്ഞത് എന്താ? അങ്ങേയറ്റം ഹോമോഫോബിക് ആയിട്ടുള്ള നമ്മുടെ ഈ പരിഷ്കൃത ആധുനിക ലോകത്ത് ഒരു കാരണവശാൽ അംഗീകരിക്കാൻ വേണ്ടിയിട്ട് പറ്റാത്ത ഒരു വൃത്തികെട്ടൊരു സ്റ്റേറ്റ്മെൻറ്റ്. അതായത് ഇവളുമാരെയൊന്നും വീട്ടിൽ കയറ്റാൻ വേണ്ടിയിട്ട് കൊള്ളത്തില്ല. അതുപോലെ തന്നെ നിന്നെ കാറ് വീട്ടിൽ കയറ്റുകൂടി, നിൻ്റെ കാറൊക്കെ ഉണ്ട്, നിൻ്റെ സ്വന്തം വീട്ടിൽ പോലും കയറ്റാത്തവളുമാരാണ്, ജോലിയും കൂലിയും, അങ്ങനെ എന്തൊക്കെ പറഞ്ഞിട്ട് വളരെയധികം അപമാനിച്ചു. ആ വാക്കുകളെല്ലാം എടുത്തുകൊണ്ട് തന്നെയാണ് ലാലേട്ടൻ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് പറഞ്ഞു, ഇവരെ പിന്നെ എന്തോ ചെയ്യണം, ഞാൻ എൻ്റെ വീട്ടിലാണെങ്കിൽ ഞാൻ കയറ്റും എന്നതടക്കം നിരന്തരമായിട്ട് ലാലേട്ടൻ അതിനകത്ത് പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ലക്ഷ്മി തുടക്കം മുതൽ അവസാനം വരെ ലക്ഷ്മി ആ സ്റ്റാൻഡിൽ നിന്ന് മാറി നിങ്ങൾ കണ്ടോ? ഇല്ല. അതാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ ഒരു സ്റ്റാൻഡ് എന്ന് പറയുമ്പോൾ ലാലേട്ടൻ്റെ സ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ ബിഗ് ബോസിൻ്റെതും അത് കാണുന്ന ഒരു തരത്തിലെ ഓഡിയൻസിൻ്റെ ഒരു നമുക്ക് തോന്നാം. എങ്കിലും ബിഗ് ബോസിൻ്റെ സ്റ്റാൻഡാണ്. ബിഗ് ബോസ് എന്താണോ പ്രേക്ഷകരിലേക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ബട്ട് അവിടെ ലക്ഷ്മി എടുത്ത സ്റ്റാൻഡ് എന്ന് വെച്ചാൽ ഉൾട്ടാ സ്റ്റാൻഡാണ്. അഥവാ ലാലേട്ടന് എന്തൊക്കെ പറഞ്ഞാലും പുറത്തു നിന്ന് കിട്ടിയ ക്ലാസ് അനുസരിച്ച് ലക്ഷ്മി അവിടെ പോയിട്ട് ലാലേട്ടൻ അല്ലെങ്കിൽ ഞാനെന്ത് പറഞ്ഞാലും അവിടെ നീ ഒരു സ്റ്റാൻഡ് എടുത്തിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ഉറച്ചു നിൽക്കണം, മാറരുത് എന്നുള്ള കാര്യമാണ് അവിടെ പറഞ്ഞു. ഇതിനെ ഞാൻ നോർമലൈസ് ചെയ്യുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. എന്ത് നോർമലൈസ് ചെയ്യുന്നതാണ്? സീരിയസ്ലി ഞാൻ പറയാം. ഇപ്പം നിലവിൽ ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഭയങ്കര ഇത് നടക്കുന്നുണ്ട്, ചർച്ചയും ഡിബേറ്റ് നടക്കുന്നുണ്ട്. ഇത് നോർമലൈസ് ചെയ്യേണ്ട കാര്യമില്ല. ഒരു മനുഷ്യൻ്റെ സെക്ഷൽ ഓറിയൻറ്റേഷൻ എന്നുള്ള സാധനം ആ വ്യക്തിക്ക് അയാളുടെ സെക്ഷൽ പാർട്ട്ണറുമായിട്ട് മാത്രമല്ലാതെ വേറെ ആരോട് പങ്കുവയ്ക്കേണ്ട കാര്യമുണ്ട്. അപ്പം ഈ സെക്ഷൽ ഓറിയൻറ്റേഷൻ അവർക്ക് രണ്ടുപേർക്കും തമ്മിൽ, ആദിലേക്കും നൂറയും തമ്മിൽ ഭയങ്കരമായിട്ടുള്ള ഫേസ് ചെയ്തിട്ടുള്ള ഒരുപാട് പ്രോബ്ലംസ് നമ്മൾ കണ്ടു. അപ്പോൾ ഇവരെ കാണുന്ന സമയത്ത് തന്നെ വളരെയധികം ഇവളുമാർ എങ്ങനെയാണ് കാര്യങ്ങൾ നടത്തുക? ഈ കാര്യങ്ങൾ നടത്തുക എന്ന് പറയുമ്പോൾ ഓൺലി സെക്സ് എന്നുള്ള സംഭവം, ഒരു പാർട്ട്ണർ എന്ന് പറയുന്ന സംഭവം ഓൺലി സെക്സ് മാത്രമായിട്ട് ആവുന്ന എന്തിനാണ്? റീപ്രൊഡക്ഷൻ വേണം എന്നുള്ള കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ കുട്ടികൾ ഉണ്ടാവാത്ത ദമ്പതികളെല്ലാവരും എന്താ ചെയ്യണം? കുട്ടികൾ ഉണ്ടാകാത്ത ദമ്പതിമാർ അവരെന്തായിരിക്കും ചെയ്യുക? നിങ്ങൾ അവരെക്കുറിച്ച് എന്തായിരിക്കും? റീപ്രൊഡക്ഷൻ മാത്രമാണ്, സെക്സ് മാത്രമാണ് ലൈഫ് എന്ന് ചിന്തിക്കുന്നവരുടെ ചോദ്യമാണ്.
അപ്പോൾ ആദിലയും നൂറയും ഏറ്റെടുത്ത ലൈഫ് നമ്മൾ ആരെയും സമൂഹത്തിന് ഒരു വ്യക്തികളെയും ഒരിക്കലും നിങ്ങൾ ഞങ്ങളെപ്പോലെ ആകുമെന്ന് അവർ പറയുന്നില്ല. അതോടൊപ്പം തന്നെ ഈ പറയുന്ന ക്യൂർ കമ്മ്യൂണിറ്റിയിലുള്ള ഒരാൾക്കാരും നിങ്ങൾ ഞങ്ങളെപ്പോലെ ആകുമെന്ന് പറയുന്നില്ല. അവരാകെപ്പാടെ പറയുന്നത് നിങ്ങൾ ജീവിക്കൂ, ഞങ്ങളെ ജീവിക്കാൻ അനുവദിക്കൂ എന്നുള്ള കാര്യം മാത്രമാണ്. അതിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ഇന്നലെ ലക്ഷ്മി അവിടെ പറഞ്ഞത്. ലക്ഷ്മി UK അടക്കം മറ്റു പല രാജ്യങ്ങളിലും ഒക്കെ അവർക്ക് ഭയങ്കര ഇന്നത്തെ വ്യക്തിപരമായിട്ട് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള വ്യക്തിയാണ്. അങ്ങനെയുള്ള ഒരു വ്യക്തി ഇന്നലെ ലാലേട്ടന്റെ മുമ്പിൽ നിന്ന നിപ്പ് സത്യം പറഞ്ഞാൽ ഡിസ്റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ള, ലാലേട്ടനെ അങ്ങേയറ്റം ഇൻസൾട്ട് ചെയ്യുന്ന തരത്തിലേക്കുള്ളതായിരുന്നു എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഇനിയിപ്പോൾ ചിലപ്പോൾ ലക്ഷ്മിയെ എടുത്ത് ആഘോഷിക്കുന്ന ആൾക്കാരുണ്ടാവും, ലക്ഷ്മിയെ ഭയങ്കരമായിട്ട് പൊക്കി പറയുന്ന ആൾക്കാരുണ്ടാവും. അവിടെയും പറയുന്ന മറ്റൊരു വശം, അഥവാ ലാലേട്ടൻ ആദില നൂറ വിഷയത്തിൻ്റെ അകത്ത് ലക്ഷ്മിയോട് ചോദിച്ച ചോദ്യം ഇതാണ്, അതായത് നിങ്ങൾ എന്തുകൊണ്ട് ഇവരെ ഇങ്ങനെ പറയുന്നു? അപ്പം പറഞ്ഞു, ഇതിനെ നോർമലൈസ് ചെയ്യുന്നതിനോട് എനിക്ക് താല്പര്യമില്ല, ഞാൻ അതിനകത്ത് ഉറച്ചു നിൽക്കുന്നു എന്ന് പറയുന്നു. ഒരാൾക്ക് ഒരു കാര്യത്തിനോട് ഇപ്പോൾ ലാലേട്ടനോ മറ്റു നിൽക്കുന്ന ഹൗസിനകത്തുള്ള മെമ്പേഴ്സിനോ എതിർക്കാനുള്ള അവകാശമുള്ളതുപോലെ ലക്ഷ്മിക്ക് ഓപ്പോസിഷൻ നിൽക്കാനും അഥവാ അതിനെ എതിർക്കാനുള്ള അവകാശവും ഉണ്ട്. അഥവാ അവർക്ക് വിയോജിക്കാനുള്ള അവകാശവും ഈ രാജ്യത്തിന്റെ ഭരണഘടന നൽകുന്നിടത്താണ് ഇവിടുത്തെ ഈ ഒരു രണ്ട് വശം ഈ സോഷ്യൽ മീഡിയക്കകത്ത് ഇപ്പം നിറയുന്നത്. നിങ്ങൾ എവിടെ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ലക്ഷ്മിയെയും ഭയങ്കരമായിട്ട് പ്രകീർത്തിച്ചുകൊണ്ടും ലക്ഷ്മിക്ക് ജയഘോഷങ്ങൾ വിളിച്ചുകൊണ്ടും പോസ്റ്റുകളൊക്കെ നിറയുന്നുണ്ട്. അതായത് ലക്ഷ്മി ഒരു സിംഹക്കുട്ടിയാണ് എന്നൊക്കെ സിംഹപ്പെണ്ണാണെന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ സംഭവം വരുന്നുണ്ട്. മുൻകാലങ്ങളിലാണെങ്കിലും ഞാൻ ചിലപ്പോൾ ഇതിന്റെ ആ കൂട്ടത്തിൽ നിന്ന് സിംഹപ്പെണ്ണെന്ന് വിളിക്കുന്നതിന്റെ കൂട്ടത്തിൽ ഉണ്ടായേനെ. പിന്നീട് ചിലപ്പോൾ ഒരു ബോധം വന്നതിന്റെ അടിസ്ഥാനത്തിലായിരിക്കാം ഈ ഒരു കാര്യത്തിന്റെ കറക്റ്റായിട്ടൊരു ഒരു ലെവലിലേക്ക് എത്തിയതുകൊണ്ടായിരിക്കാം സീരിയസ്ലി ഇത് ചെയ്യുന്നത് ഏറ്റവും വലിയൊരു മനുഷ്യത്വരഹിതമായിട്ടുള്ള ഒരു ഹീനമായ കൃത്യമാണെന്ന് മനസ്സിലാക്കാനും അത് എത്രമാത്രം ഒരു സമൂഹത്തിൽ അഥവാ ഒരു കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആൾക്കാരെ എത്രമാത്രം അവർ ജീവിക്കാനുള്ള അവകാശത്തിന് എതിർക്കുന്ന, അവരെ നശിപ്പിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളാണെന്ന്. ഇത് വെറും ഒരു മെന്റൽ ട്രബിളാണ്, ഇത് വെറും ഒരു തോന്നലാണ് എന്നുള്ളതല്ലല്ലോ. ഇതിനകത്ത് ഒരുപാട് സ്റ്റഡീസ് നടന്നിട്ടുണ്ട്, അതിൽ നിന്ന് പുറത്തു വന്നിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. അത് വെറുതെ ഒരു സംഭവമൊന്നുമല്ല. നമ്മുടെ വീട്ടിൽ നമ്മുടെ കുടുംബത്തിൽ ഒരാൾക്ക് അങ്ങനെ ഒരു സംഭവം വന്നിട്ടുള്ളപ്പോഴല്ലാതെ നമുക്ക് ഒരിക്കലും ഇതിനെക്കുറിച്ച് പറയാനോ അതിനെ വ്യക്തമാക്കാനൊന്നും പറ്റത്തില്ല. ഈ ഒരു കമ്മ്യൂണിറ്റി ലേബലിൽ കുറേ ആൾക്കാരെ യൂട്ടിലൈസ് ചെയ്യുന്ന പല ആൾക്കാരും നമ്മുടെ സമൂഹത്തിനകത്തുണ്ട് എന്നുള്ള കാര്യം കൂടെ നമ്മൾ ഓർക്കണം. പല സാഹചര്യങ്ങളും നമ്മളവരെ കാണാറുണ്ട്. എന്നാൽ എല്ലാവരും അങ്ങനെയല്ല. ഇപ്പം ഈ പറയുന്ന ആദിലെ നൂറയൊക്കെ അതുപോലെ തന്നെ മറ്റു പല ആൾക്കാരും സമൂഹത്തിൻ്റെ അകത്ത് വളരെ മുൻപന്തിയിലേക്ക് ഇറങ്ങി വരികയും കഷ്ടപ്പെട്ട് സമൂഹത്തിൻ്റെ ഒറ്റപ്പെടലൊക്കെ അനുഭവിച്ചിട്ട് മുന്നോട്ട് വരാൻ ശ്രമിക്കുന്ന ആൾക്കാരെ നമ്മൾ എന്തിനു ഒറ്റപ്പെടുത്തണം? അവരെന്തിനാണ് നമ്മൾ അവരുടെ ലൈഫിൻ്റെ അകത്ത് കടന്നു കയറിയിട്ട് അവർ വീട്ടിൽ കയറ്റാൻ കൊള്ളത്തില്ല എന്നൊക്കെ പറയേണ്ട കാര്യം എന്താ? അവരെന്താ വീട്ടിൽ കയറി നമ്മൾ കടിക്കൂ? ആ ലക്ഷ്മിയുടെ സ്റ്റേറ്റ്മെന്റിന്റെ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ 100% അതിന് എഗെയിൻസ്റ്റ് ആണ്. ഞാൻ ഒരിക്കലും അതിനെ അംഗീകരിക്കത്തില്ല. പക്ഷെ അതിനെ എതിർക്കുന്ന നമ്മുടെ ഈ ലക്ഷ്മിയെ എതിർക്കുന്നവരുടെ അടുത്ത് മറ്റുള്ള ലക്ഷ്മിയെ അനുകൂലിക്കുന്നവർക്ക് ചോദിക്കാനുള്ള കാര്യം, നിങ്ങൾക്ക് അവരെ എതിർക്കാനുള്ള അധികാരം ഉള്ളതുപോലെ തന്നെ അവർക്ക് നിങ്ങളെ എതിർക്കാൻ വിയോജിക്കാനുള്ള അവകാശമുണ്ട്. അതുകൊണ്ട് അതും നമ്മുടെ ഭരണഘടന നൽകുന്ന സ്വാതന്ത്ര്യത്തിന്റെ അടിസ്ഥാനത്തിൽ നിന്ന് പറയാം. ബിഗ് ബോസ് ഹൗസിന്റെ അകത്തായതുകൊണ്ട് ഇനി വേറൊരു കാര്യം, ബിഗ് ബോസിന്റെ ഒരു നൈസായിട്ട് ഇരട്ടത്താപ്പ് കൊണ്ട് ഞാൻ കാണിച്ചു തരാം. ഇത്രയും സംഭവം ഉണ്ടായത് അതിനകത്ത് ലക്ഷ്മിയുണ്ട്, ആ മസ്താനിയുണ്ട്. മസ്താനി പുറത്ത് പോയി എന്നാണ് ഞാൻ അറിയുന്നത്. എനിവേ എന്തായാലും നല്ല കാര്യം, നല്ല കാര്യം. ബിഗ് ബോസിന് ഇങ്ങനെയൊക്കെയുള്ള തീരുമാനങ്ങളൊക്കെ ഈ സീസണിലെങ്കിൽ എടുക്കാൻ കഴിഞ്ഞത് വളരെ നല്ല കാര്യം. അങ്ങനെയൊക്കെയുള്ള ആൾക്കാരൊക്കെ എടുത്ത് കളയുക തന്നെ വേണം. അത്രമാത്രം എന്തൊക്കെയാണ് കാണിച്ചത്. ആ ഒണിയിൽ എന്ന് പറയുന്ന പുള്ളിക്കാരനെ അയാൾ വീഴാൻ വേണ്ടിയിട്ട് പോകുന്നതിന് മുമ്പ് ജസ്റ്റ് കയറി വട്ടം പിടിച്ചതിന് എന്തൊക്കെയായിരുന്നു അദ്ദേഹത്തിനെതിരെ. അയാൾ ഈ കൊച്ചിയിലൊക്കെ വളർന്ന് അദ്ദേഹത്തിന്റെ ഫാമിലി എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിനെക്കാട്ടിൽ വളരെയധികം പുരോഗമനപരമായിട്ട് ചിന്താഗതിയുള്ള ആൾക്കാരുടെ മകനായിട്ട് ജനിച്ച അയാൾക്ക് ഇങ്ങനെ ഒരു പെണ്ണിനെ പെട്ടെന്നൊരു സെക്ഷൽ അബ്യൂസ് ചെയ്യാനോ അല്ലെങ്കിൽ വേറെ സെക്ഷലൈസ് ഒരു ലെവലിലേക്ക് ചിന്തിക്കാനോ കഴിയും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഒരിക്കലും പറ്റത്തില്ല. അയാൾ അങ്ങനെയുള്ള മനുഷ്യനല്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. ആ വ്യക്തിയെ മോശപ്പെടുത്താൻ ഒരു സംഭവം നടന്നു. അതിനും ഇന്ന് മസ്താനി കിട്ടുന്നുണ്ട്, മസ്താനി ഇറക്കി വിടുന്നുണ്ട്. എന്തുകൊണ്ട് അപ്പോൾ ലക്ഷ്മി ഇറക്കി വിട്ടില്ല? അവിടെയാണ് സംഭവം. ബിഗ് ബോസിന്റെ ഇരട്ടത്താപ്പ് നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ പറയാം. ഈ ബിഗ് ബോസ് ഇതെല്ലാം പറയും, ഇതെല്ലാം കാണിക്കും. എൻ്റെ ഹൗസിൽ നിന്ന് ഇറങ്ങിപ്പോയിക്കോളൂ, എന്തിനാ അവിടെ നിൽക്കുന്ന എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചു. അവിടെ മല പോലെ അനങ്ങാതെ നിൽക്കുന്ന ലക്ഷ്മിയെ നമ്മളവിടെ കണ്ടു. അവിടെ പല ആൾക്കാരും പറയും കണ്ടോ അവരുടെ ധൈര്യം എന്നുള്ള കാര്യം. ചില മതപരമായ രീതിയിലൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഇതിനകത്ത് സത്യം പറഞ്ഞാൽ അതിനകത്തൊരു മതത്തിന്റെ ഒരു ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് കാണാം. അതായത് ഈ പറഞ്ഞ ഹോമോഫോബിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ പ്രചരിപ്പിക്കുന്നതിനകത്ത് മതങ്ങളുടെ ഒരു ഇടപെടലുകൾ നമുക്ക് സമൂഹത്തിന്റെ അകത്തുള്ള കമന്റ് ബോക്സുകളിൽ നന്നായിട്ട് കാണാം. ഇങ്ങനെയുള്ള ആൾക്കാരെ എറിഞ്ഞു കൊല്ലണം, തച്ചു കൊല്ലണമെന്ന്, ഇവരൊക്കെ കൗൺസിലിംഗ് കൊടുക്കണമെന്നും ഇവരെ കൊണ്ടൊന്ന് വേറെ എന്തെങ്കിലും ട്രീറ്റ്മെന്റ് കൊടുക്കണമെന്ന് അടക്കമുള്ള കാര്യങ്ങൾ, ഇവർക്ക് കടിയാണ് കഴപ്പാണ് എന്നടക്കമുള്ള കാര്യം മതപരമായിട്ട് ദൈവത്തിനെ വിശ്വസിക്കുന്ന ആൾക്കാർ തന്നെ ഇത് പ്രചരിപ്പിക്കുന്നതും കാണാം. അവിടെയാണ് ഇതിന്റെ ഇരട്ടത്താപ്പ്. അതുകൊണ്ട് ഈ നമ്മുടെ മസ്താനി ഈ ഒരു വിഷയം ബിഗ് ബോസ് ഹൗസിൻ്റെ അകത്ത് അവിടെ ഇവിടെയൊക്കെ നടന്ന് ഓണിയലിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പ്രചരിപ്പിച്ച് അവസാനം അതിനെയും ഈ പറഞ്ഞ ലക്ഷ്മി അവിടെയും ഒരു മെൻസിന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഇറക്കി എന്നുള്ള ഓണിയിൽ പറയുന്നുണ്ട്. അപ്പം ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ ലക്ഷ്മിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്, അതുപോലെ തന്നെ മസ്താനിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്, ചില ആൾക്കാരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. അവിടെ ഈ പറയുന്ന
മസ്താനി ഇറക്കി വിട്ട ബിഗ് ബോസിന് എന്തുകൊണ്ട് ഒരു റെഡ് കാർഡോ മറ്റുള്ള സംഭവങ്ങൾ കൊടുത്തിട്ട് ലക്ഷ്മിക്ക് എന്തെങ്കിലും കാർഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു? ഇത്രയും വലിയ സംഭവങ്ങൾ, വലിയ ഓരോ പ്രഭാഷണങ്ങളൊക്കെ നടത്തിയല്ലോ. ഇതിന് മുൻപുള്ള സീസണുകളിൽ അങ്ങനെ ആയിരുന്നില്ലല്ലോ. ഇത്രത്തോളൊക്കെ വർത്തമാനം വളരെ മോശമായിട്ടുള്ളതെന്ന് തോന്നിക്കഴിഞ്ഞാൽ അവർക്കൊരു യെല്ലോ കാർഡോ റെഡ് കാർഡോ മറ്റുള്ള കാര്യമോ വല്ലതും കൊടുത്തോ? ഇന്നത്തെ എപ്പിസോഡ് കൊടുക്കുമോ അറിയില്ല. അപ്പം അവരെ എന്തുകൊണ്ട് ബിഗ് ബോസിൽ നിന്ന് പുറത്തേക്ക് വിടത്തില്ല? അതായത് അവരൊക്കെ അനുകൂലിക്കുന്ന ഒരു തരം ഓഡിയൻസും പുറത്തുണ്ട് എന്നുള്ളൊരു കാര്യം കൂടെ അവർക്കറിയാം, ബിബിക്കറിയാം. ബിബി അതിനെ വിറ്റ് കാശാക്കും. മനസ്സിലാവുന്നുണ്ട്? ദാറ്റ് ഇസ് ബിബി. അൾട്ടിമേറ്റ്ലി ബിബിക്ക് വേണ്ടത് TRP റേറ്റിംഗ് ആണ്. അവർക്ക് ആ ഒരു സംഭവം തന്നെയാണ് വേണ്ടത്. അവർക്ക് ബിസിനസ്സാണ്. അല്ലാതെ അവർക്ക് ഈ പറയുന്ന പുരോഗമനവും മറ്റുള്ള കാര്യങ്ങളൊക്കെ അവർ ആ ഫ്ലോറിൽ കിടന്ന് വർത്തമാനം പറയുന്നതിനപ്പുറം അവർ പുരോഗമനം മാത്രമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഈ ബിഗ് ബോസ് ഹൗസിൻ്റെ അകത്തുള്ള പല പ്രവൃത്തികളും മറ്റുള്ള കാര്യങ്ങളും സമൂഹത്തിൻ്റെ മുമ്പിൽ കാണിക്കാൻ വേണ്ടിയിട്ട് പോലും പറ്റത്തില്ല. എന്തുകൊണ്ട് കാണിക്കുന്നു? ഓരോ സീസണിൽ നിന്നും ഓരോ ക്യൂർ കമ്മ്യൂണിറ്റിപ്പെട്ട ഒരാൾക്കാരെ എന്ന് പറഞ്ഞിട്ട് കൊണ്ടുവരുമ്പോഴേക്കും അതിനകത്ത് ആ ക്യൂർ കമ്മ്യൂണിറ്റി എന്നുള്ള സംഭവത്തിനെ ഇങ്ങനെ ക്യൂർ കമ്മ്യൂണിറ്റി എന്ന് തന്നെ പറയുന്നത് ബിഗ് ബോസ് അല്ലേ? അപ്പോൾ ബിഗ് ബോസിൻ്റെ ഇരട്ടത്താപ്പ് തന്നെയല്ലേ? എന്തിനാ അങ്ങനെ പറയണം? നമ്മളെല്ലാവരും മനുഷ്യരാണ്. നമ്മൾ ജെൻഡറിനെ കുറിച്ചും മറ്റേ വലിയ വായ്ത്താളമൊക്കെ അടിക്കുന്നവരാണെങ്കിൽ അതിനെക്കുറിച്ച് അങ്ങനെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല, മെൻഷനാക്കേണ്ട കാര്യമൊന്നുമില്ല. അവർ മനുഷ്യരാണെന്നുള്ള നമ്മൾ എടുത്തു പറയേണ്ട കാര്യമൊന്നുമില്ല. അങ്ങനെ ഒരു സംഭവം ഒരു വ്യക്തിക്കെതിരെ ഉണ്ടായിക്കഴിഞ്ഞാൽ അവിടെ പ്രത്യേക ഒരു ജെൻഡർ കോഡ് നോക്കാതെ അങ്ങനെ പറഞ്ഞ വ്യക്തികൾ അവിടെ നിന്ന് പുറത്താക്കുകയാണ് വേണ്ടത്. എന്തുകൊണ്ട് പുറത്താക്കിയിട്ടില്ല? ലാലേട്ടനെ കൊണ്ട് പരമാവധി ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന അദ്ദേഹം ഒരു ആങ്കറാണ്. അദ്ദേഹത്തിൻ്റെ ഇവിടെ ചെവിയിരിക്കുന്ന മൈക്ക് ഇത് കാണുന്നുണ്ടല്ലോ, ഹെഡ്സെറ്റ് നിങ്ങൾ കാണുന്നുണ്ടല്ലോ. അദ്ദേഹത്തിന് അവിടെ നിന്ന് കിട്ടുന്ന ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് അദ്ദേഹം അവിടെ വ്യക്തമായിട്ട് അഭിനയിക്കും. മനസ്സിലാവുന്നുണ്ടോ? ഡയറക്ടേഴ്സ് ആക്ടർ എന്നാണ് അദ്ദേഹത്തിന് അറിയപ്പെടുന്നത്. അദ്ദേഹത്തിന് കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻ അദ്ദേഹം അത്രയും പക്കയായിട്ട് ചെയ്യും. ലാലേട്ട പോയിട്ടൊന്ന് വിറപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കണം. ഓക്കെ മതിയോ മോനെ, ഈ ഷോർട്ട് കഴിഞ്ഞ ശേഷം മതിയോ മോനെ എന്ന് പറയും. മോനെ എന്താ ഇതാണ് പുള്ളിക്കാരൻ നല്ല വിമർശിച്ചിട്ടുള്ളതാണ്. പക്ഷേ അയാൾ അതിൻ്റെ ആങ്കറാണ്. ഇതിൻ്റെ തീരുമാനങ്ങളെല്ലാം എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ എടുക്കുന്ന ആൾക്കാരാണ്. അതാണ് ഞാൻ പറഞ്ഞത്. സമൂഹത്തിൻ്റെ ഇടയിൽ തന്നെ രണ്ട് ഒരു മതിലുണ്ടാക്കുന്നതിന് ബിഗ് ബോസിന് കഴിയും. അതുപോലെ തന്നെ ഇപ്പോൾ ക്യൂർ കമ്മ്യൂണിറ്റി പോലുള്ള ആൾക്കാരിൽ നിന്നും ഒരാൾക്കാരെ പിക്ക് ചെയ്യുന്നുള്ള കാര്യം വലിയ കാര്യമായിട്ടൊക്കെ പറയുന്നത് എന്തിനാ? അതിൻ്റെ കാര്യം എന്താ? ബിഗ് ബോസിനകത്ത് ഓരോ സീസണുകളിനകത്തും ഇവിടെ നിന്നും അവരെയും കൊണ്ടുവരുന്നു എന്ന് പറയുമ്പോൾ എന്തിനാ? അവരെയും എന്നുള്ള സാധനം തന്നെ എന്തിനാണ് മെൻഷൻ ചെയ്യുന്നത്? അവരെന്നുള്ള കാര്യം, അവർ മനുഷ്യരാണെങ്കിൽ അവർ എന്നുള്ള കാര്യം പറയേണ്ട കാര്യമില്ല. അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ ലക്ഷ്മിയെ ആഘോഷിക്കുന്ന ആൾക്കാർ മനസ്സിലാക്കുക, ലക്ഷ്മിയെ നിങ്ങൾ ആഘോഷിച്ചോളൂ, തീർച്ചയായിട്ടും നിങ്ങൾക്കും അതിനുള്ള റൈറ്റ് ഉണ്ട്. പക്ഷെ ഒരു കാര്യം ആലോചിക്കുക, നമ്മുടെ കുടുംബത്തിനകത്ത് എങ്ങാനും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനകത്ത് ആര് പറഞ്ഞെന്ന് വെച്ചാൽ അവരെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ മാറ്റി നിർത്തുന്നു. പിന്നെ ഇതിനിടയ്ക്ക് അനുമോളുടെ ഒരു ഡബിൾ സ്റ്റാൻഡേർഡ് കാണിച്ചിട്ടുണ്ടായിരുന്നു. അനുമോളും ഈ ഒരു കാര്യത്തിനെ കുറിച്ച് പറഞ്ഞപ്പോൾ എന്തിനാടി എടുത്തിടുന്ന അനുമോൾ കടന്ന് വിറയിലുണ്ടായിരുന്നു. അവിടെ നമ്മുടെ ആദില ഇതിനെക്കുറിച്ച് പറഞ്ഞു തുടങ്ങിയ സമയത്തിന് അനുമോളുടെ വിറയിൽ കണ്ടായിരുന്നു നിങ്ങൾ. അനുമോളിനും അതിന് ഡബിൾ സ്റ്റാൻഡ് തന്നെയാണ്. നമ്മൾ വളരെ നല്ല സുഹൃത്തുക്കളാണെന്ന് പറയുമ്പോഴും അതിന് വ്യക്തമായ സ്റ്റേറ്റ്മെന്റ് ഞാൻ ഇവിടെ അതിനെക്കുറിച്ചൊന്നും പറയത്തില്ല. എന്തുകൊണ്ട് ഇവിടെ പറഞ്ഞുകൂടാ? അതിനകത്ത് എന്തുകൊണ്ട് പറഞ്ഞുകൂടാ? അവിടെയാണ് പറയുന്നത്. അവിടെ വ്യക്തമായ രീതിയിൽ ആൾക്കാരെ എങ്ങനെയൊക്കെ നിർത്തണം, ഏതൊക്കെ തരത്തിൽ നിൽക്കണം, പ്ലാച്ചിക്ക് ഓവർ കോട്ടിട്ടുകൊണ്ട് കിടത്തണം, നടക്കമുള്ള കാര്യങ്ങളൊക്കെ വ്യക്തമായ ധാരണയുള്ള ആൾക്കാരൊക്കെ തന്നെയാണ്. സോ എന്തുകൊണ്ടും ബിഗ് ബോസ് ഇത്തരം ദിവസം കടന്നു പോകുന്നു. നിങ്ങൾ കാണുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ അത് മെന്റൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കാണുക. അതല്ല നിങ്ങൾക്ക് ഇതിനകത്തുള്ള പല കാര്യങ്ങളും എങ്കിലും ഞാൻ ഒരു കാര്യം പറയാം. ആസ് എ ഹ്യൂമൻ ബീയിങ് നിങ്ങളും ഞാനും ആത്യന്തികമായിട്ട് ആഫ്രിക്കൻ വൻകരകളിൽ നിന്ന് ഇങ്ങോട്ട് ഗ്രേറ്റ് ഐസേജ് കഴിഞ്ഞിട്ട് പല സ്ഥലങ്ങളിലേക്ക് വ്യാപിച്ച മനുഷ്യന്മാരിൽപ്പെടുന്ന ഏറ്റവും ഈ അവസാനത്തെ കണ്ണിയിൽപ്പെട്ട ആൾക്കാരാണ് നിലവിൽ. നമുക്കിനിയും ജെൻസി മറ്റുള്ള കാലഘട്ടം മറ്റുള്ള ആൾക്കാരും വരാനുണ്ട്. അതുകൊണ്ട് മനസ്സിലാക്കുക, ഇതിനകത്ത് പിറന്നു വീഴുന്ന ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ അതുപോലെ തന്നെ ഇതര ജെൻഡേഴ്സിൻ്റെ ആൾക്കാരായിക്കോട്ടെ, ഇതെല്ലാം മനുഷ്യർ തന്നെയാണ്. അവരെല്ലാവരെയും അങ്ങനെ തന്നെ കാണാൻ വേണ്ടിയിട്ടുള്ള മനസ്സ് നിങ്ങൾക്ക് ഉണ്ടാവണം. നമ്മുടെ കുടുംബത്തിൻ്റെ അകത്ത് ഇത് വന്നിരുന്നാലും നമ്മൾ തീർച്ചയായിട്ടും അവരെ അകറ്റി നിർത്താതെ അടുത്ത് നിർത്തുക തന്നെ വേണം. സാമൂഹികമായിട്ടുള്ള അകലം ഇവർക്കെതിരെ ഉണ്ടാക്കുന്നത്, പണ്ട് HIV പേഷ്യൻസിനെ കണ്ടു കഴിഞ്ഞാൽ തന്നെ അകലം പാലിക്കുന്നതും അവരെ കണ്ട ഓടുന്നതുമായിട്ടുള്ള സംഭവങ്ങളുണ്ടായിരുന്നു. ആ സമയത്താണ് നമ്മുടെ UK നമ്മുടെ പ്രിൻസസ് ഡയാന അവരെ കൈ കൊടുക്കുന്ന കാഴ്ചകളൊക്കെ കണ്ട് ലോകം ഞെട്ടിയത്. അപ്പോൾ ഇങ്ങനെ പറ്റുമോ എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞത്, നമുക്ക് പറ്റണം. ചില കാര്യങ്ങളിലെങ്കിലും സമൂഹത്തിൽ മാറ്റം വരുത്തണം. ആദിലയും നൂറയും ഞാൻ സീരിയസ്ലി പറയാം, അവരെ ലാലേട്ടൻ പറഞ്ഞതിനെ പറയണം, നമ്മളെ വീട്ടിൽ നമ്മളും കയറ്റും, ഒരു പ്രശ്നവുമില്ല. അതുകൊണ്ട് എനിക്ക് സുഹൃത്തുക്കളൊക്കെ ഉണ്ട്, നമ്മുടെ ഈ പറയുന്ന കമ്മ്യൂണിറ്റിക്കകത്തൊക്കെ പെട്ട സുഹൃത്തുക്കളൊക്കെ ഉണ്ട്. എന്തിനാണ് നമ്മൾ ഇങ്ങനെ അവർ മനുഷ്യരാണ്, അവർക്ക് ജീവിക്കാൻ അവകാശമുണ്ട്. അല്ല അതിനെക്കുറിച്ച് വലിയ വായ്ത്താളം ഓടിച്ചിട്ട് നമ്മൾ മറ്റതാണ് മറിച്ചതാണ്, ഞങ്ങൾ ആണാണ്, ഞങ്ങൾ പെണ്ണാണ്, ഒന്നുമില്ല, മനുഷ്യരാണ്, അത്രയേ ഉള്ളൂ. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് പറയാം കേട്ടോ. തീർച്ചയായിട്ടും താഴെ കമന്റ് ബോക്സിൽ തരികയാണെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. അടുത്തൊരു വീഡിയോ വീണ്ടും കാണുന്ന ഗൈസ്, ബൈ.